ഇതിപ്പോൾ എന്ത് സാധനം കൊണ്ടായി വന്നേക്കുന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻ എൻ്റെ ഇന്നലത്തെ യൂട്യൂബ് വീഡിയോ കണ്ടവർക്ക് കാണത്തില്ല കേട്ടോ. കാരണം എൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഒരു പില്ലോയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു പില്ലോ ഇങ്ങനെ എടുത്ത് കാണിക്കേണ്ട ആവശ്യം എന്താണെന്ന്. പക്ഷേങ്കിലും ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുത്ത് കാണിക്കുന്നത്. ആദ്യം തന്നെ ദിസ് ഇസ് മെയ്ഡ് ഇൻ ജപ്പാൻ. അപ്പോൾ ആ ജപ്പാൻ ടെക്നോളജീസ് എല്ലാം തന്നെ നമുക്കിതിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇതൊരു ജാപ്പനീസ് പ്രൊഡക്റ്റാണ്. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഇതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പില്ലോ കാണുന്നത്. ആൻഡ് ഇത് ഭയങ്കര കൂളിംഗ് ആണ്. അതായത് ഇതിൻ്റെ മെറ്റീരിയൽ കൂളിംഗ് ആണെന്നുള്ളത് ആ ഒരു ലേബിൾ ഓൾറെഡി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് പറഞ്ഞേക്കുന്ന പോലെ തന്നെ റിയലി കൂളിംഗ് ആണ്. നമ്മളൊന്ന് തൊടുമ്പോൾ തന്നെ ഭയങ്കര ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. എന്തോ എനിക്കത് ഭയങ്കര പ്രത്യേകത തോന്നി ഫസ്റ്റ് തിങ്. ആൻഡ് മാത്രമല്ല ഇത് വാഷബിളും ആണ് കേട്ടോ. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ കറക്റ്റ് ബാക്കിയുള്ള ഡീറ്റെയിൽസും ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ പോയി കാണുക. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.